ശിഹാബ് തങ്ങളുടെ മുറ്റം, ശിഹാബ് തങ്ങളുടെ പൂമുഖം, ശിഹാബ് തങ്ങളുടെ തറവാട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാകുന്നു. ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും വലിയ അമ്പലവും ഇതാ ഈ പാണക്കാട്ടുള്ള ശിഹാബ് തങ്ങളുടെ പൂമുഖമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്നത് എന്ന് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അറബിയിൽ വോയിസ് ഇട്ട് ശിഹാബ് തങ്ങളുടെ സമ്മതം കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗൾഫിലൊട്ടാകെ അറബികൾക്കിടയിൽ വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ്. يأتي الناس إلى منزله للتبرك ولشراء التمائم والتبلا وإنه وأسرته من أنصار البدع والخرافات في ربوع كيللا مع أنه سياسي معروف. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീന് കേരളത്തിൽ പ്രചരിപ്പിക്കുവാനും അത് കേരളത്തിൽ നിലനിൽക്കുവാനും ഏറ്റവും കൂടുതൽ ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് സാദാത്ത്. ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. മമ്പുറന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് മഹാന്മാർ സാദാത്ത് എന്ന തലവാചകത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. മമ്പുറന്തങ്ങളെ നമുക്കറിയാം. ഉമർ ഖാലി സയ്യിദല്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, മഖ്ദൂം പണ്ഡിതന്മാർ, അവർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിലെ ഈ ദീനിന്റെ പ്രതിനിധാനങ്ങളെ മുഴുവനും കാഫിറും മുശ്രിക്കും ശിർക്ക് പ്രവർത്തിച്ചവരുമെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ. ഉമർ ഖാലി പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു. ഉമർ ഖാലി സാഹിത്യകാരനാണ്, അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ അംഗീകരിക്കുന്നു. ഉമർ ഖാലി കവിയാണ്, അദ്ദേഹത്തിന്റെ ആ കവിതയെ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള കവിയെ അംഗീകരിക്കുന്നു. പക്ഷേ ഉമർ ഖാലി മുസ്ലിം അല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി പോയതിനു ശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പാട്ടുപാടിയവനാണ് ഉമർ ഖാലി. അള്ളാന്റെ റസൂലിനെ വിളിച്ച് പാട്ടുപാടിയ ഉമർ ഖാലി ശിർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിന്റെ പഴമയുടെ പ്രതിനിധാനങ്ങളായ ഉമർ ഖാലി മുജാഹിദ് മൗലവിമാരുടെ ഭാഷയിൽ ശിർക്ക് ചെയ്തവരാണ്. ഇസ്ലാമിന്റെ പ്രതിനിധാനമായ മമ്പുറന്തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? ഉമർ ഖാലി മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? ബാഫഖി തങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കാം. പക്ഷേ മുസ്ലിം ലീഗിലുള്ള മുസ്ലിമീങ്ങളും കോൺഗ്രസിലുള്ള മുസ്ലിമീങ്ങളും അല്ലാത്ത മുസ്ലിമീങ്ങളും ഒരുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം സാദാത്ത് കുടുംബത്തിലെ അംഗമാണ്, പ്രവാചക കുടുംബത്തിലെ അംഗമാണ്. ആ നിലക്കാണ് ശിഹാബ് തങ്ങളെ നാം ബഹുമാനിച്ചത്, ബാഫഖി തങ്ങളെ നാം ബഹുമാനിച്ചത്. അതിനുശേഷമുള്ള സർവ്വ പാണക്കാട് തങ്ങന്മാരെയും മറ്റ് ബുഹാരി സാദാത്തുക്കളാവട്ടെ, ജമലുല്ലൈലി സാദാത്തുക്കളാവട്ടെ, കേരളത്തിലുള്ള ആയിരക്കണക്കിന് സാദാത്ത് കുടുംബത്തെ നാം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ? അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്, അവർ ദീനിന്റെ പ്രതിനിധാനങ്ങളാണ്. അതുകൊണ്ട് മമ്പുറന്തങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ ആ മമ്പുറന്തങ്ങൾ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് കേരളത്തിലെ മൗലവിമാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാണെന്നും ആ ശിർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്നും അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ പാണക്കാട്ടെ തറവാട്ടിൽ പൂമുഖത്ത് ചെന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആളുകൾക്ക് നൂല് മന്ത്രിച്ചു കൊടുക്കുന്നത്, ആളുകൾക്ക് ചരട് മന്ത്രിച്ചു കൊടുക്കുന്നത്, ആളുകൾക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നത്, അത് വീഡിയോയിൽ പകർത്തി അതിന് അറബി വോയിസ് കൊടുത്തു. ആ അറബി വോയിസിൽ എന്താ പറയുന്നത്? ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രം. ശിഹാബ് തങ്ങളുടെ മുറ്റം, ശിഹാബ് തങ്ങളുടെ പൂമുഖം, ശിഹാബ് തങ്ങളുടെ തറവാട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാകുന്നു. ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും വലിയ അമ്പലവും ഇതാ ഈ പാണക്കാട്ടുള്ള ശിഹാബ് തങ്ങളുടെ പൂമുഖമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്നത് എന്ന് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അറബിയിൽ വോയിസ് ഇട്ട് ശിഹാബ് തങ്ങളുടെ സമ്മതം കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത്
ഗൾഫിലൊട്ടാകെ അറബികൾക്കിടയിൽ വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ്. അതിന് നേതൃത്വം കൊടുത്ത മൗലവിമാരെ ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ട തങ്ങളെ അവര് വെളുക്കൂല. അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ കറുത്തുപോകും എന്ന കാര്യം നാം ഓർത്തിരിക്കണം.